ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വാങ്ങുന്നതാണോ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇത് പഴയ ഒരു STK ആംപ്ലിഫയറിന് അയച്ചെടുത്താണ്. ഇത് റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഈ കാണുന്നത് 24 വോൾട്ട് ട്രാൻസ്ഫോമർ, ഈ കാണുന്നത് 27 വോൾട്ട് ട്രാൻസ്ഫോമർ, ഈ കാണുന്നത് 24 വോൾട്ട് 3 ആംപിയർ ട്രാൻസ്ഫോമർ, ഈ കാണുന്നത് 27 വോൾട്ട് 5 ആംപിയർ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള ആ ഒരു കോർ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന്. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വളരെ പടുകൂറ്റ വ്യത്യാസമാണ് ഇതും തമ്മിൽ. പക്ഷേ ഇതിലും വലിയൊരു വ്യത്യാസമുള്ള മറ്റൊരു മോഡൽ നമ്മളെ കയ്യിലുണ്ട്, അതായത് 27 വോൾട്ട് 6 ആംപിയർ വൈൻഡഡ് ട്രാൻസ്ഫോമർ. അത് അപ്പോൾ ഇത് രണ്ടും വെച്ച് നോക്കിയാൽ 27 വോൾട്ട് 6 ആംപിയറും 5 ആംപിയറും തമ്മിലുള്ള കോർ സൈസിൻ്റെ വ്യത്യാസം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 2-3 ട്രാൻസ്ഫോമറും കൂടി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പരാജയം ഈ സാധനമാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഞാൻ ഇങ്ങനെ ഒരു ബോർഡിന് വേണ്ടി സ്പെസിഫിക്കേഷനൊക്കെ നോക്കി കറക്റ്റായിട്ട് വൈൻഡ് ചെയ്യിച്ചെടുത്ത ഒരു ട്രാൻസ്ഫോമറാണ്. അതായത് നമ്മൾ ഈ പവർ സപ്ലൈ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുകളിലാണ് നമ്മളെ പെർഫോമൻസ് ഒരു വിധം ശരിക്കും പറഞ്ഞാൽ ഒരു പകുതിയിലേറെ ബാധിക്കുന്നത്. അതായത് അതിന് ക്ഷീണം വരുത്തുന്നതും അതിനെ അടിപൊളിയാക്കുന്നതും ഈ പവർ സപ്ലൈൻ്റെ മുകളിലാണ്. പകുതിയിലേറെ, ബാക്കി പകുതിയിലേറെയാണ് ഇതിൻ്റെ സർക്യൂട്ട് കോമ്പണൻസും അതിൻ്റെ സിഗ്നലും. അതായത് നമ്മളിപ്പോൾ കൂടുതലായിട്ടും എല്ലാവരും ടോറോയിഡിലൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ കാരണം അതിൻ്റെ അക്യുറസിയും അതിൻ്റെ പെർഫോമൻസും കാരണമാണ്. അപ്പോൾ ഈ സോഫ്റ്റ് ആൻഡ് കോറുള്ള ടൈപ്പ് വൈൻഡ് ചെയ്ത് കിട്ടുന്നത് വളരെ സമയമെടുത്തിട്ടും വളരെ വില പിടിച്ചതും ആയതുകൊണ്ട് എല്ലാവരും ആ വില കുറവിന് വേണ്ടിയിട്ട് ആ ലോക്കൽ ടൈപ്പ്, ആ കുറഞ്ഞ ടൈപ്പ് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ അതിനകത്തുള്ളത് അലൂമിനിയം വൈൻഡിങ് ആണ്. അത് കുറഞ്ഞ ടൈപ്പ്, ഏകദേശം വോൾട്ടേജ് ഒപ്പിച്ച് വിടുക, 5 ആംപിയർ എന്ന് പറഞ്ഞിട്ട് 2 ആംപിയർ തരിക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ആ ട്രാൻസ്ഫോമേഴ്സിനുള്ളത്. ആ ഒരു വിചാരിച്ച പെർഫോമൻസ് ആ ട്രാൻസ്ഫോമർ വെക്കും കിട്ടില്ല. അവർക്ക് പിന്നീട് ആ രണ്ടാമതൊരു ആ ട്രാൻസ്ഫോമർ വേറെ ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ആ രണ്ടാമതും മൂന്നാമതും പൈസ ചിലവാക്കുന്നേരം കൊണ്ട് ഒരൊറ്റ പ്രാവശ്യം ഒറ്റ സാധനത്തിന് വേണ്ടി പൈസ ചിലവാക്കുക, അത് കറക്റ്റ് ആക്കുക. ഇതിപ്പോൾ ഒരു മോസ്ഫെറ്റ് ബോർഡാണ്, മോസ്ഫെറ്റിൻ്റെ സബിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ മോസ്ഫെറ്റിന് ശരിക്കും എത്ര ആംപിയർ ട്രാൻസ്ഫോമർ വേണം? നമ്മൾ ഇതിനകത്ത് ഇത് വാങ്ങുമ്പോൾ, ഈ ബോർഡ് വാങ്ങുമ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു വോൾട്ടേജ്, അതിൻ്റെ ഒരു ആംപിയർ റേറ്റിംഗ് നോക്കിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ വാങ്ങുന്നത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൃത്യമായി കിട്ടണമെങ്കിൽ, നമുക്ക് ശരിക്കും ഒരു ആംപ്ലിഫയറിൽ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ, അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു വോൾട്ടേജും കറണ്ടിൻ്റെയും ഒരു റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായി കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം കിട്ടുള്ളൂ, യഥാർത്ഥ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കൃത്യമായി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേണ്ട വോൾട്ടേജ് റേറ്റിംഗ് നോക്കി വൈൻഡ് ചെയ്തെടുക്കണം. പതറിച്ച ചിലപ്പ്, ക്ലാരിറ്റി ഇല്ലായ്മ, ബേസ് കുറവ്, ട്രബിൾ ചലയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളെ ഈ ട്രാൻസിസ്റ്റർ ബോർഡുകളിൽ. എന്താ കാരണം എന്നറിയോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മോസ്ഫെറ്റ് ബോർഡാണ്. ഇത് മോസ്ഫെറ്റ് ബോർഡാകുമ്പോൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ ഗേറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 0.1 മുതൽ ഒരു 1 ആംപിയറിൻ്റെ അടുത്ത് ഒരു വേരിയേഷനിലാണ് അതിൻ്റെ ഗേറ്റ് കറണ്ട് വേണ്ടി വരിക. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴോ അത് ഓവറായാലോ പ്രശ്നമാണ്. അപ്പോൾ അതങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റാക്കി ചെക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ട ട്രാൻസ്ഫോമർ 27 ആയിരിക്കില്ല, 26 ആയിരിക്കും, അല്ലെങ്കിൽ 28 സംതിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കൃത്യത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യത നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് വാങ്ങാൻ കിട്ടുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ലോഡ് അനുസരിച്ചിട്ടും നമ്മുടെ സർക്യൂട്ട് അനുസരിച്ചും നമുക്ക് വേണ്ട ട്രാൻസ്ഫോമർ പവർ സപ്ലൈ നമ്മൾ ഉണ്ടാക്കുക വേണം. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ തന്നെ നമ്മൾ വേണ്ടത് കറക്റ്റ് എത്ര ചിലവായാലും അത് ചെയ്തെടുക്കുക. നല്ല പെർഫോമൻസ് കിട്ടുള്ളൂ നമ്മൾ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന പോരായ്മ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് സിംഗിൾ 24/0/24 ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അതിന് പോലും ഇത്രയും മാക്സിമത്തിൽ 3 ആംപിയറിൽ ചെയ്യുമ്പോൾ ഇത്രയും മാക്സിമത്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് അത്രയും നല്ല പെർഫോമൻസ് തന്നിരുന്നത് ആ കാലത്ത്. ഇത് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു ട്രാൻസ്ഫോമർ. അതേസമയം ഇതിലെന്ന് പറഞ്ഞാൽ ഇതിൽ 27 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട് ടാപ്പിംഗ് ഉണ്ട്, അതായത് 2 ആംപിയർ 12 വോൾട്ട് 12 ഉള്ള ഒരു സിംഗിൾ ടാപ്പിംഗ് ഔട്ട് ഉണ്ട്. അതേപോലെ 27/0/27 5 ആംപിയർ ഔട്ട്പുട്ടും ഉണ്ട്. എന്നിട്ടും അത് ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ ഞാൻ ഒരു 12/0/12 1 ആംപിയർ വെച്ചിട്ട് ഒരു ടാപ്പിംഗ് ഇട്ടിട്ടുണ്ട്. അതുപോലെ 27/0/27 6 ആംപിയറിലാണ് ഇത് വൈൻഡ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നമുക്ക് അതിനകത്ത് ആ ആംപിയറും വോൾട്ടേജും ഡ്രോപ്പ് ആവാതെ ഹോൾഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഈ ലെവലിലെങ്കിലും ചെയ്താലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ തന്നെ നമുക്കറിയാം, അതായത് സെയിം സാധനം തന്നെ 1 ആംപിയറിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് ഇത്രയും കോർ വ്യത്യാസം കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ തന്നെ അതിനകത്ത് എത്രത്തോളം വ്യത്യാസം ഇതിനകത്ത് പെർഫോമൻസിന് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാം എന്നുള്ളതാണ് ശരിക്കും ഈ വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്.
അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഞാൻ കോഴിക്കോട് നിന്നാണ് വൈൻഡ് ചെയ്ത്. കോഴിക്കോട് നമ്മളെ 2ാം ഗേറ്റ് ഏരിയയിൽ വൈൻഡ് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ അവിടെ വെച്ചാൽ ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും മൊബൈൽ നമ്പറൊന്നും പറയാത്ത എന്താ വെച്ചാൽ അദ്ദേഹം അതൊന്നും ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടാകുന്ന നിലക്കാണ് അത് ഡീറ്റെയിൽസ് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ അറിയാൻ കോഴിക്കോട് വൈൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് ആ നമ്പർ തരാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമായിരിക്കും. ഇതിന് മുൻപും ഞാൻ പല കാര്യങ്ങൾക്കും അവിടുന്ന് വൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യാൻ കാരണം. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും കൃത്യമായി ചെയ്യാൻ പറ്റിയ ആളുടെ അവിടുന്ന് ചെയ്തെടുക്കുന്നതാണ് നല്ലൊരു പെർഫോമൻസ് കിട്ടാൻ ഏറ്റവും നല്ല അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.